പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം. ഏറ്റവും ഐതിഹാസികമായ ലോക്സഭാ ചരിത്രത്തിൽ ഒരു ദിനം കൂടിയാണ്. കാരണം വല്ലപ്പോഴുമൊക്കെയാണ്, ഏതാണ്ട് 3 തവണ മാത്രമാണ് സ്പീക്കറുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുകൾ സംഭവിച്ചിട്ടുള്ളത് ലോക്സഭയുടെ ചരിത്രത്തിൽ. 18ാം ലോക്സഭയുടെ സ്പീക്കറിൽ അത് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന ദിവസം കൂടിയാണ്. കഴിഞ്ഞ തവണത്തെ സ്പീക്കർ ഓം ബിർളയെ BJP സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരുപാട് സമവായ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് BJP നടത്തിയിരുന്നു. പ്രതിപക്ഷ കക്ഷികളുമായി പോലും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സമവായത്തിലെത്തിയില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. NDA സഖ്യകക്ഷികളും ഈ ഓം ബിർളയുടെ സ്ഥാനാർത്ഥം അംഗീകരിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ തങ്ങളുമായി ചർച്ച ചെയ്യാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് തൃണമൂൽ കോൺഗ്രസ് പരാതിപ്പെട്ടതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഒരു മത്സരത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഓം ബിർള തന്നെ സ്പീക്കറായി തുടരും. കാരണം നമുക്കറിയാം NDA സഖ്യത്തിന് കാര്യമായ ഭൂരിപക്ഷമുണ്ട് ലോക്സഭയിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തെരഞ്ഞെടുക്കപ്പെടുമെങ്കിൽ പോലും ഒരു മത്സരത്തിന്റെ രീതി കൊണ്ടുവരുന്നത് പോലും നേട്ടമാണെന്ന് ഇന്ത്യ സഖ്യം കരുതുന്ന പശ്ചാത്തലം ഇതിനോടുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, മത്സരം അതിൻ്റെതായ രീതിയിൽ നടക്കുമെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത ഇപ്പോഴും സ്വാഭാവികമായും കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ്. മറ്റെന്തെങ്കിലും ചില റിഫ്റ്റുകൾ ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മറ്റെന്തെങ്കിലും നിർണായകമായ സൂചനകളുണ്ടോ ഇന്നത്തെ കാര്യത്തിൽ? രഞ്ജിത്ത്, ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. NDA സ്ഥാനാർത്ഥി ഓം ബിർളയാണ്. ഇന്ത്യ സഖ്യത്തിനായി കൊടിക്കുന്നിൽ സുരേഷും മത്സരരംഗത്തിറങ്ങുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ സമവായത്തിലൂടെ സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് പ്രതിപക്ഷത്തിന് വേണമെന്ന ആവശ്യത്തിൽ ഇന്ത്യ സഖ്യം ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ സർക്കാർ ഇത്തരം ഒരു ഉറപ്പ് നൽകാൻ തയ്യാറായില്ല. സർക്കാർ പറഞ്ഞിരുന്ന വാദം ആദ്യം സ്പീക്കറെ തെരഞ്ഞെടുത്ത് കഴിയട്ടെ, അതിനുശേഷം ഡെപ്യൂട്ടി സ്പീക്കറെ പ്രഖ്യാപിക്കാമെന്നാണ്. ഇത് ഇന്ത്യ സഖ്യം അംഗീകരിക്കുകയും ചെയ്തില്ല. തുടർന്ന് ഏതാണ്ട് 11:50 കൊടിക്കുന്നിൽ സുരേഷ് ഇത്തരത്തിൽ പേര് നിർദ്ദേശിച്ചുള്ള പ്രമേയത്തിന് പ്രതിപക്ഷം ഏതായാലും നോട്ടീസ് നൽകിയത്. ഇതോടുകൂടിയാണ് ഇന്ത്യ സഖ്യത്തിന് ഒപ്പം തന്നെ NDA സഖ്യം തമ്മിലുള്ള മത്സരത്തിന് വഴിയൊരുങ്ങുന്നത്. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നിലവിലെ അംഗബലം അനുസരിച്ച് NDAക്ക് ഓം ബിർളയ്ക്ക് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കാരണം NDAക്ക് 293 അംഗങ്ങളുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 236 അംഗങ്ങളാണ് നിലവിലുള്ളത്. രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം മാറ്റി നിർത്തിയാൽ 542 MPമാർ നിലവിൽ ലോക്സഭയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ 271 വോട്ടുകൾ നേടാൻ കഴിഞ്ഞാൽ ഓം ബിർള തെരഞ്ഞെടുക്കപ്പെടും. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥിയായ ഓം ബിർള തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ചില സന്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായും ഇതിലൂടെ ഈ മത്സരത്തിലൂടെ ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചുരുങ്ങിയ ചില അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതിപക്ഷ നിരക്ക്. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടും ഏകപക്ഷീയമായ നിലപാടിലേക്ക് സർക്കാർ പോകുന്നു. അത്തരമൊരു സന്ദേശം കൊടുക്കുക ഇതിന് പിന്നിലുണ്ട്. രണ്ടാമതായി NDA സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോഴും BJP ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു. അതായത് നേരത്തെ TDP അടക്കമുള്ള കക്ഷികൾ ഈ സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചതാണ്. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. പകരം BJP നിർദ്ദേശിച്ച നേതാവ് തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ ഘടകകക്ഷികളെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യം ഏതായാലുമുണ്ട്. ഒപ്പം കാര്യങ്ങൾ പഴയതുപോലെ നടക്കില്ല എന്നൊരു സന്ദേശം സർക്കാർ നൽകുക, ആ ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏതായാലും ഇപ്പോൾ മത്സരത്തിലേക്ക് പോകുന്നത്. ഏതായാലും ആദ്യം, അതായത് 18ാം ലോക്സഭയിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ആദ്യ ഏറ്റുമുട്ടലിന് വഴിയൊരുങ്ങുകയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഏതായാലും 11 മണിക്ക് ഇന്ന് സഭ ചേരുമ്പോൾ ആദ്യ നടപടിക്രമവും ഇത് തന്നെയായിരിക്കും. ഏതായാലും ഒപ്പം ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആദ്യമായാണ് തരത്തിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ഈ ഭരണഘടനാ വിദഗ്ധരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇതിനു മുൻപ് നടന്നിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി മത്സര സ്വഭാവമുണ്ട്. മറ്റതൊക്കെ പ്രതീകാത്മകമായ മത്സരമായിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി മത്സര സ്വഭാവമുണ്ട്. കാരണം പ്രതിപക്ഷവും കരുത്തരാണ്. അത് കണക്കാക്കുന്നത് ഇത്തരൊരു മത്സരത്തിലൂടെ പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത് അവരെയോട് ഭരണപക്ഷം കാട്ടുന്ന അവഗണന ഇത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണല്ലോ, ശക്തി തെളിയിക്കുക എന്നുള്ളതിനപ്പുറം. അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. അതായത് ഇതിൽ ഈ മത്സരത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷം പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. കാരണം സർക്കാരിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. പക്ഷേ
സർക്കാർ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണോ ഭരിച്ചിരുന്നത് അത്തരം ഏകപക്ഷീയമായ നിലപാടുകൾ സർക്കാർ തുടരുന്നു എന്ന കാര്യം തന്നെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമായി അവർ പറയുന്നത് പ്രോട്ടം സ്പീക്കറാണ്. കാരണം കൊടിക്കുന്നിൽ സുരേഷാണ് ഏറ്റവും സീനിയറായ അംഗം. പക്ഷെ അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കറാകാതെ 7 തവണ MP ആയ ഭർത്തൃഹരി മെഹ്താബിനെ പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കർ കീഴ്വഴക്കം അങ്ങനെയാണ്. വാജ്പേയി കാലത്തും ഒപ്പം തന്നെ UPയുടെ കാലത്തും ഒക്കെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറെ നൽകിയിരുന്നത് പ്രതിപക്ഷ നിരയിൽ നിന്നാണ്. ഇപ്പൊ UPA കാലം എടുക്കുകയാണെങ്കിൽ BJP നേതാവ് കരിയ മുണ്ടയായിരുന്നു ഇത്തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ. അതിനു മുൻപ് ഒന്നാം UPയുടെ കാലത്ത് ശിരോമണി അകാലിദൾ നേതാവ് ചരൺജിത് സിംഗ് അത്വാൾ ആയിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. NDAയുടെ കാലത്തും വാജ്പേയിയുടെ കാലത്തും അങ്ങനെ ഒരു കീഴ്വഴക്കമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ കീഴ്വഴക്കങ്ങളൊക്കെ തന്നെ തെറ്റിക്കുന്ന നടപടി മോദി സർക്കാരിന്റെ കാലത്ത്, പ്രത്യേകിച്ച് 3ാം സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആകട്ടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി പോലും 5 വർഷം ഒഴിച്ചിട്ടു. അങ്ങനെ കീഴ്വഴക്കങ്ങളും എല്ലാം തെറ്റിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണോ ആ നിലയിൽ കാര്യങ്ങൾ പോകില്ല എന്ന് പറയാനുള്ള പ്രതിപക്ഷത്തിന് ഊർജ്ജം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം സഭയിലെ അംഗബലം തന്നെയാണ്. കാരണം 236 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന അംഗബലത്തിലേക്ക് ഇന്ത്യ സഖ്യവും എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നത്.